ദിലേഷ് ടി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ IRCTC ആപ്പ് ഉപയോഗിച്ച് ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. IRCTC ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നിരവധി ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ ട്രെയിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബുക്ക് ടിക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്രം എന്ന സ്ഥലത്ത് നമ്മൾ എവിടെ നിന്നാണ് യാത്ര ചെയ്യുന്നത് ആ സ്ഥലമാണ് സെലക്ട് ചെയ്യേണ്ടത്. ടു എന്ന സ്ഥലത്ത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ആ സ്ഥലവും സെലക്ട് ചെയ്യുക. ഞാൻ കോഴിക്കോട് നിന്ന് കോട്ടയത്തെയാണ് യാത്ര ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഡേറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. അന്നിവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്നാണ് യാത്ര ചെയ്യുന്നത് ആ ഡേറ്റാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ജൂലൈ 1 യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ജൂലൈ 1 സെലക്ട് ചെയ്തു. അതിനുശേഷം സെർച്ച് ട്രെയിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിരവധി ട്രെയിൻ കാണാൻ കഴിയും. കോഴിക്കോട് നിന്ന് കോട്ടയം വരെ പോകുന്ന നിരവധി ട്രെയിൻ ഇവിടെ കാണാൻ കഴിയും. ഇതിൽ ഏത് ട്രെയിനിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രെയിനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇവിടെ 2 തരം സീറ്റുകളാണ് അവൈലബിൾ ഉള്ളത്. CCയും ECയും ആണത്. ചെയർക്കാറും അതുപോലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സുമാണ്. ഇതിൽ ഞാൻ CC ആണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ സീറ്റ് അവൈലബിലിറ്റി കാണുന്നുണ്ട്. 61 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 985 രൂപയാണ് ചാർജ്. അടുത്തതായി പാസഞ്ചേഴ്സ് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏഡ് പാസഞ്ചേഴ്സ് എന്ന സ്ഥലത്ത് പാസഞ്ചേഴ്സിൻ്റെ നെയിം, അതുപോലെ ഏജ്, ബർത്ത് പ്രിഫറൻസ്, ഫുഡിൻ്റെ എല്ലാം കൊടുക്കാൻ കഴിയും. ഞാൻ ഓൾറെഡി പാസഞ്ചേഴ്സ് ഡീറ്റെയിൽ ഏഡ് ചെയ്ത് വെച്ചുകൊണ്ട് നെയിം സെലക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം ഡൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പാസഞ്ചേഴ്സ് ഡീറ്റെയിൽ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത ശേഷം റിവ്യൂ ജേർണി ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിലും അതുപോലെ ട്രെയിൻ ഡീറ്റെയിലൊക്കെ ഒന്നുകൂടി റിവ്യൂ ചെയ്യാനുള്ള സ്ഥലമാണ്. അത് ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന ക്യാപ്ചെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത ശേഷം പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI മുഖേനോ ഏത് മുഖേനയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് പ്രൊസീജിയർ കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു കൺഫേം ടിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ IRCTC ഉപയോഗിച്ച് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.